ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കടച്ചക്ക ഉപയോഗിച്ച് റെഡിയാക്കുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. പായസം പോലെയൊക്കെ ഇരിക്കുന്ന ഈ കടച്ചക്കയുടെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഒരു കടച്ചക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടച്ചക്ക വേവിച്ചെടുക്കുന്നത് നമ്മൾ 2ാം പാലിലാണ് കടച്ചക്ക വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാലിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്ക ഇട്ട് കൊടുക്കാം. കടച്ചക്ക ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം പാല് റെഡിയാക്കി എടുക്കാൻ. കടച്ചക്ക ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഈ പാലൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടച്ചക്ക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കടച്ചക്ക നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കടച്ചക്കയുടെയൊക്കെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ കടച്ചക്ക കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കടച്ചക്ക നന്നായിട്ട് വേകുന്നതിന് വേണ്ടി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കടച്ചക്കയൊക്കെ ഒരു 3/4 വേവായിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് 6 സ്പൂണ് പഞ്ചസാരയാണ്. അപ്പോൾ 6 സ്പൂണ് പഞ്ചസാര ചേർത്തതിന് ശേഷം ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ നമ്മൾ 1/2 സ്പൂണ് പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏലക്ക ചതച്ചതാണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെക്കാം. നമ്മളൊരു 5 മിനിറ്റും കൂടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ കടച്ചക്കയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കടച്ചക്കയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ തേങ്ങാപ്പാലൊന്ന് കുറുകി കിട്ടുന്നതിന് വേണ്ടി 2 സ്പൂണ് അരിപ്പൊടിയിലേക്ക് 2 സ്പൂണ് തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരിപ്പൊടി ചേർത്തതിന് ശേഷം നമ്മുടെ ഈ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് മൂടി വെക്കാം. രണ്ട് മിനിറ്റും കൂടി നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1ാം പാലാണ്. 1/2 കപ്പ് 1ാം പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1ാം പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കശുവണ്ടിയും മുന്തിരിയും ഫ്രൈ ചെയ്തതാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീൻചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കശുവണ്ടിയും കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
കശുവണ്ടിയും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കശുവണ്ടിയും മുന്തിരിയും നമ്മുടെ ഈ കടച്ചക്ക സ്വീറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. മുന്തിരിയും കശുവണ്ടിയൊക്കെ ചേർത്തതിന് ശേഷം നമ്മളത് ഫ്രൈ ചെയ്യാനെടുത്ത നെയ്യും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള കടച്ചക്ക റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം കടച്ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ കടച്ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്